ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്യുതൻ ഭൂമിയുടെ കയ്യിൽ നിന്ന് ആ മാല ഊരി വാങ്ങുന്നുണ്ട്. തൻ്റെ മകൾ തിരിച്ചറിയും, തൻ്റെ മകളെ അവർ തിരിച്ചറിയും എന്നും കരുതിക്കൊണ്ട് ഭയപ്പെടുകൂടെയാണ് വാങ്ങുന്നത്. തൻ്റെ മകൾ തങ്ങളെ വിട്ടു പോകുമോ എന്ന് ഭയത്താൽ അയാൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നാണ്. അങ്ങനെ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടി പണം കണ്ടെത്താനാവാതെ ഭൂമിയും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ പോലും അച്യുതൻ രക്ഷപ്പെടുമോ എന്നതിൽ ഒരു നിശ്ചയവുമില്ല എന്ന് അവളെ മുന്നറിയിപ്പ് നൽകാണ് ഡോക്ടർ. ഉള്ള കാലം അച്ഛന് സന്തോഷവും സമാധാനവും നൽകുക, അത്രേ ഇനി ചെയ്യാനുള്ളെന്ന് ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും ഭൂമിയാകെ നിസ്സഹാവസ്ഥയിൽ പൊട്ടിക്കരയുന്നുണ്ട്. പല വാതിലുകളും അവൾ മുട്ടുന്നുണ്ടെങ്കിലും ഒന്നും അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടി ആരും തന്നെ അവളോട് കനിയുന്നില്ല. ഈ സമയം ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ആ കില്ലർ തലനാരി കഴിയുകയാണ്. അവിടെ നിന്ന് അച്യുതനും രക്ഷപ്പെടുന്നത്. അച്യുതനെ കൊല്ലാനായിട്ട് വരാട്ടോ. അച്യുതന് ഒരു മകളുണ്ട്, അത് ഭൂമിയാണെന്ന കാര്യവും മനസ്സിലാക്കുന്നുണ്ട്. ഭവാനിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാണ് ഇയാൾ. അത് അയാളുടെ സ്വന്തം മകളാണോ, ഇനി അവൾ ഈ കുടുംബത്തിലുള്ളതാണെന്നും കൂടെ അറിയണം. അന്ന് അഭിരാമിയെ അയാൾ എന്ത് ചെയ്തു അത് അറിഞ്ഞാൽ മാത്രം മതി. അയാൾ ജീവിച്ചിരിക്കാൻ പാടില്ല. അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു ഭീഷണിയാണ്. ഏത് നിമിഷവും സൗഭാഗ്യപുരത്ത് വന്ന് ഏത് നിമിഷവും അദ്ദേഹം എല്ലാം പറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇനി അയാൾക്ക് ജീവിക്കാൻ യാതൊരു അർഹതയുമില്ല എന്ന് പറയാട്ടോ. അങ്ങനെ അച്യുതനാണെങ്കിലും പലപ്പോഴും ഈ കില്ലറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അച്യുതൻ്റെ വീട് കണ്ടെത്തുന്നുണ്ട് അയാൾ. അങ്ങനെ വീട്ടിൽ കയറി അച്യുതനെ കുത്തിക്കൊലപ്പെടുത്താണ്. അംബികയാണ് കൊലയാളിയായിട്ട് എല്ലാവരും കാണുന്നത്. വീടിനുള്ളിൽ വലിയ വഴക്ക് കാണുമ്പോൾ ഉള്ളവരാണ് ഭൂമിയെ വിളിച്ച് പറയുന്നത്. അന്നേരം പോലീസിന് അജയും അവളുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. വീടിനുള്ളിൽ വലിയ ബഹളം നടക്കുന്നുവെന്ന് മാത്രം ഭൂമിയെ വിളിച്ച് പറയുന്നത്. അങ്ങനെ അജയും പോലീസുകാരും അവളുടെ കൂടെ പോകുമ്പോൾ അവിടെ കാണുന്നത് അംബിക ഒരു രക്തം പുരണ്ട കത്തിക്കൊണ്ട് നിൽക്കുന്നതാണ്. സത്യത്തിൽ അംബിക ആ നെഞ്ചിൽ തറച്ച കത്തി ഊരി മാറ്റുകയായിരിക്കും. അന്നേരത്താണ് പോലീസ് കതക് തുറക്കുന്നത്. അംബികയാണ് കൊലയാളി എന്നും പറഞ്ഞുകൊണ്ട് അംബികയെ പോലീസ് അറസ്റ്റ് ചെയ്യാട്ടോ. എന്നാൽ ഭൂമിക്കാരൻ തൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും അച്ഛനെ കൊല്ലാനാവില്ലെന്ന്. മോളെ, ഞാനല്ല അത് ചെയ്തത്, ഒരു കൊലയാളി ഇതിനോടകത്തേക്ക് കയറി അയാൾ കുത്തി എവിടെ പിൻവാതിലൂടെ രക്ഷപ്പെട്ടു എന്നെല്ലാം അംബിക പറയുന്നുണ്ട്. എന്നാൽ അംബികയുടെ വാക്കുകൾ പോലീസുകാർ മുഖവിലക്കെടുക്കുന്നില്ല. ഈ ദൃക്സാക്ഷിയെല്ലാം അംബികക്കെതിരെയാണ്. അതുകൊണ്ട് തന്നെ അംബികയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാട്ടോ. അങ്ങനെ ഭവാനിക്ക് തീർച്ചയായാണ് ഭൂമിയാണ് ഇവിടുത്തെ സത്യസാഗറിൻ്റെ മകളെന്ന കാര്യം ഉറപ്പാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ അമ്മക്ക് സത്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ ജയിലാണെങ്കിലും അവരൊരിക്കൽ മകളെ കണ്ട് സത്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കില്ല. അവളെ കൊല്ലണം. എൻ്റെ മകളുടെ ജീവന് മീതിയായിട്ട് അവൾ ഇങ്ങോട്ട് വരേണ്ട. അജയുടെ ഒരുപക്ഷെ അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നറിയാൻ അജയുടെ ഭാര്യയാകേണ്ടത് ഈ ഭൂമിയായിരിക്കും. ശരിക്കും മുറപ്പെണ്ണെ തന്നെയാ അവൻ പ്രണയിച്ച് നടക്കുന്നത് എന്നെല്ലാം കരുതിക്കൊണ്ട് ഭവാനി ഫോണെടുത്ത് ആ ഒരു കില്ലറെ വിളിക്കാം. എത്ര പണം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം, അവളെ തീർത്ത് കളഞ്ഞേക്കും. അങ്ങനെ ഭൂമിയെ പലപ്പോഴായിട്ട് ആ കില്ലർ പുറകെ വന്ന് കത്തി പിടിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഒരു പ്രാവശ്യം സത്യദാസും പിന്നീട് അജിയും ഒക്കെ അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട് ആ കില്ലറുടെ കയ്യിൽ നിന്ന്. അങ്ങനെ ആ ഒരു സമയത്താട്ടോ അജയ്ക്ക് അഞ്ജനയെ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. വിവാഹാലോചനയുമെല്ലാം ആ വീട്ടിൽ നടക്കുന്ന ആ ഒരു സമയത്ത് അജയ്ക്ക് താല്പര്യമില്ലെന്ന കാര്യം ഭവാനിക്കും അഞ്ജനയ്ക്കും അറിയാം. മുത്തശ്ശിയുടെ ഒരു വാക്ക് പ്രകാരം മാത്രമാണ് അവർ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അങ്ങനെ ഭവാനിയെ വിളിച്ച് ആ കില്ലർ പറയുന്നുണ്ട്, അതെ പിന്നെ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഭൂമി തന്നെയാണ് അയാളുടെ മകളല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്ന് സെറ്റിൽഡ് ആയതാണ്. അയാൾ ആ സമയത്ത് അയാൾക്കോ അയാളുടെ ഭാര്യക്കോ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഡോക്ടർമാർ തീർത്ത് എഴുതിയതാണ്. ഇനിയിപ്പോൾ ഈ ഭൂമി തന്നെയാണ് അഭിരാമി എന്ന് ഉറപ്പായി കഴിയാട്ടോ. ആ സമയത്ത് ഒരു ദിവസം എല്ലാവരും ഹാളിരിക്കുന്ന സമയത്താണ് കതക് വന്ന് തട്ടുന്നത്. ഭൂമിയുടെ കയ്യിൽ പെട്ടയും പാണ്ഡവെല്ലാം കണ്ടിട്ട് സംഗീത ആശ്ചര്യത്തോട് ചോദിക്കും, മോളെന്താ ഈ സമയത്ത്? അങ്ങനെ അകത്തേക്ക് അവൾ കയറുന്നുണ്ട്. ആ സമയം തന്നെ അവൾ പറയും, ഞാനിനി ഇവിടെയാണ് താമസിക്കേണ്ടത്, ഇവിടെയാണ് എൻ്റെ വീട്. എല്ലാവരും അമ്പരപ്പോടുകൂടെ നോക്കാൻ കേട്ടോ. ഭവാനി തന്നെ നെട്ടലോടെ നിൽക്കുക, എടി എന്ത് അവകാശത്തിലാടി നീ ഇവിടെ കയറി താമസിക്കുന്നത്? നിനക്ക് എന്താണ് ഇവിടെ അധികാരം? ആ സമയത്ത് തൻ്റെ കയ്യിലുള്ള ആ മാല നീട്ടിപ്പിടിച്ചിട്ട് ഭൂമി പറയുന്നുണ്ട്, ദാ ഇത് തന്നെയാണ് എൻ്റെ അവകാശം, ഞാൻ ഈ കുടുംബത്തിലുള്ളതാണ്. എൻ്റെ അച്ഛന് എന്നെ കിട്ടണ സമയത്ത് ഈ മാല എൻ്റെ കഴുത്തിലുണ്ടായിരുന്നുവെന്ന് അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ മാല നേരെ സത്യദാസിൻ്റെയും മുത്തശ്ശിയുടെയും നേരെ നീട്ടുകയാണ് കേട്ടോ.
അങ്ങനെ അവരാണെങ്കിൽ അത് കണ്ടതും ആകെ നിൽക്കാട്ടോ. ഞാൻ നിങ്ങളുടെ മകളാണ്, നിങ്ങൾ എപ്പോഴും ഞാൻ സ്വപ്നത്തിൽ കാണും എൻ്റെ അമ്മയെ. അന്ന് ആ കൊച്ചിൻ്റെയും അമ്മയുടെയും ഫോട്ടോ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ എവിടെയോ കണ്ടു മറിഞ്ഞ പോലെ തോന്നാണ്. എൻ്റെ അച്ഛൻ എല്ലാം പറഞ്ഞു. ഈ ഭവാനിയ എന്നെ കൊല്ലാനായിട്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തത്. എന്നാൽ അച്ഛൻ എന്നെ കൊന്നില്ല, എന്നെ പൊന്നു പോലെ വളർത്തി ഇത്ര വലുതാക്കി. അച്ഛനെ ആരോ കൊലപ്പെടുത്തി. സാറിൻ്റെ മകളാ ഞാനെന്ന് പറയുന്നുണ്ട്. ആ നിമിഷം തന്നെ ആ ഒരു ഭൂമി എങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അവർക്കെല്ലാം സന്തോഷമായി കാണും. ആ സമയം അവളെ ആണെങ്കിലോ പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോവാണ് ഭവാനി. എടി കള്ളക്കഥയുണ്ടാക്കി നീ ഒരു മാലയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. നിന്നോട് ആരാടി പറഞ്ഞത് നീ ഇവിടുത്തെ മകളാണെന്ന്? പറഞ്ഞുകൊണ്ട് തന്നെ ഭൂമിയെ എങ്ങനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ ഭൂമിയുടെ കവിളത്ത് അടിക്കാനായിട്ട് ആ കൈ ഓങ്ങുന്നുണ്ടെങ്കിലും ഭവാനിയുടെ കൈ തട്ടി മാറ്റി സത്യദാസ് എൻ്റെ മകളെ തൊട്ടുപോയാൽ നിന്നെ ഞാൻ വെച്ചിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കവിളടക്കൊന്ന് കൊടുത്ത് ഭവാനിയെ മകളെയും ആ വീടിൽ നിന്ന് പുറത്താക്കുന്ന രംഗാട്ടോ. പെട്ടെന്ന് ഭവാനി നെട്ടി ഉണരാണ്. ഭവാനി അവിടെ ഇരുന്ന് സ്വപ്നം കണ്ടതായിരിക്കാം. ഭൂമി ഇങ്ങനെ മാലിയുമായിട്ട് അവകാശം ചോദിച്ച് ഞാൻ നിങ്ങളുടെ മകളാണെന്ന് പറഞ്ഞ് കയറി വരുന്നത് ആ ഒരു രംഗം ഭവാനി സ്വപ്നം കണ്ടാട്ടോ. ഭവാനി ഫോണെടുത്ത് അപ്പം തന്നെ ആ ഒരു കില്ലറെ വിളിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവളെ കഥ കഴിക്കണം, അവൾ ഏത് നിമിഷം ഇങ്ങോട്ട് കയറി വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ സത്യത്തിൽ അവിടേക്ക് ഭൂമി വരുന്നുണ്ട്. അന്ന് ആ സമയത്തൊക്കെ അവളുടെ അച്ഛൻ മരിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛന് മരിക്കുന്നതിന് മുമ്പേ ഒരു കത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മരിച്ചതിന് ശേഷം കേട്ടോ അവളുടെ കയ്യിൽ കിട്ടുന്നത്. ആ കത്തുമായിട്ടാണ് അജയെ കാണാനായിട്ടായിരിക്കും വരുന്നത്. അമ്മ ജയിലിലാണല്ലോ, അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഈ കത്ത് സഹായിക്കുമെന്ന് അവൾക്കറിയാം. അച്ഛന് എഴുതാനുള്ളതും അച്ഛന് പറയാനുള്ളതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ആ തെളിവുകളെല്ലാം വെച്ചിട്ട് അമ്മയെ ഇറക്കാനായിട്ട് ഒരു വക്കീലിനെ ഏൽപ്പിക്കാനായിട്ട് അജയ് പറയാണ്. കോടതിയിൽ നിന്റെ അമ്മയ്ക്ക് ജാമ്യം ലഭിക്കും, നിന്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എല്ലാവരും തിരിച്ചറിയും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വക്കീലിനെ കാണാൻ പോയ ഭൂമിക്ക് വക്കീൽ ഫീസ് കേട്ടതും തല കറങ്ങാണ്. 25 ലക്ഷം രൂപയാണ് അമ്മയെ രക്ഷിക്കാനുള്ള ആ ഒരു വക്കീൽ ഫീസ് പറയുന്നത്. അതോടുകൂടെ സകല പ്രതീക്ഷയും നഷ്ടപ്പെടുക. 13 ലക്ഷം രൂപ പോലും തനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പതേ 25 ലക്ഷം രൂപ വക്കീലിൻ്റെ ഫീസ് കേട്ടതും ഭൂമിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തൻ്റെ അമ്മയെ രക്ഷിക്കാനാവില്ലെന്നൊക്കെ കരുതി അവളാകെ വിഷമിക്കുന്നുണ്ട്. ആ സമയത്താണ് അവിടെ അജയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ വക്കീൽ, ആ വക്കീലിന് ഒരു കോൺട്രാക്ടർ മാരേജ് നടത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു മാരേജ് ഇതെന്ത് മാരേജാണെന്ന് ചോദിക്കുമ്പോൾ ഒരു വർഷത്തെ എഗ്രിമെൻറ്റുള്ള മാരേജാണെന്ന് പറയാണ്. അന്നേരത്ത് ഭൂമി ചോദിക്കും, ഇങ്ങനെയൊക്കെ ഒരു വർഷത്തെ എഗ്രിമെൻറ്റ് കോൺട്രാക്ട് മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ താലി നമ്മുടെ കഴുത്തിൽ അണിയുമ്പോൾ അത് നമ്മളുടെ അത്രയും പവിത്രയുള്ള ഇതല്ലേ വിവാഹം? രണ്ട് മനസ്സുകൾ പരസ്പരം സ്നേഹിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമല്ലേ വിവാഹം? അതിങ്ങനെ ഒരു കടലാസ് പേപ്പറിലേക്ക് ഒതുക്കാൻ എങ്ങനെ കഴിയുന്നു? അങ്ങനെ ഭൂമി വളരെ ആശ്ചര്യത്തോടു കൂടെ വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അജയ് കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അജയ് ആണെങ്കിലോ 25 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ഭൂമിക്ക് നൽകുകയാണ്. മറ്റൊന്നിനു വേണ്ടിയല്ല, ഭൂമി തിരിച്ചൊരു സഹായം ചെയ്യണം. ഭൂമി അത് കേട്ടത് നെട്ടാണ്. എന്നെക്കൊണ്ട് 25 ലക്ഷം രൂപയുടെ എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഇതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവളങ്ങ് കൊടുക്കുന്നുണ്ട്. അതെ ഭൂമി, എന്നെ കോൺട്രാക്ട് മാരേജ് ചെയ്യാൻ സമ്മതിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഭൂമി അജയുടെ നേരെ പൊട്ടിത്തെറിക്കണം കേട്ടോ. വിവാഹം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ കരുതത്? കുട്ടിക്കളിയാണെന്നോ? എന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനെ സത്യദാസിനെയും കാണുമ്പോൾ ഭൂമി അജയ് തന്നോട് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയും ചെയ്യാണ്. എന്നാൽ ഭൂമിക്ക് തൻ്റെ അമ്മയെ രക്ഷിക്കാൻ മറ്റൊരു വഴിയില്ല എന്ന് കാണുമ്പോൾ ഭൂമി അതിന് സമ്മതിക്കാൻ ആ ഒരു കോൺട്രാക്ട് മാരേജിന് ഒരു വർഷത്തേക്ക് വേണ്ടി അഞ്ജനയിൽ നിന്ന് രക്ഷപ്പെടാനാണ് വേണ്ടിയാണ് അജയ് അങ്ങനെ ചെയ്യുന്നത്. ആ സമയം അജയ് തന്നെ താൻ പ്രണയിച്ച പെൺകുട്ടിയെക്കുറിച്ചും ഭൂമിയോട് പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ നൈനയെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കാനാവില്ല. അഞ്ജനയെ ഞാൻ വിവാഹം കഴിച്ചാൽ ഒരിക്കലും ആ ഊരാക്കുടുക്കിൽ നിന്ന് എനിക്ക് ഊരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ രക്ഷിക്കണം. നിന്റെ സഹായം നീയല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി 25 ലക്ഷം രൂപ കൊടുത്താൽ മറ്റൊരാൾ ഇതിന് തയ്യാറാവും. അതെനിക്കറിയാം. അതിനും കൂടെ വേണ്ടിയാണ് ഭൂമി, പ്ലീസ് എന്ന് പറയുമ്പോൾ ഭൂമിക്കൊടികൾ തൻ്റെ അമ്മയെ പോയി കാണുന്നുണ്ട്. അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്. അങ്ങനെ അമ്മയെ രക്ഷിക്കാൻ മറ്റൊരു വഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഭൂമി ഇതിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവരുടെ രണ്ടുപേരുടെയും താലിക്കെട്ട് അവിടെ നടക്കുക. പിറ്റേ ദിവസമായിരിക്കും അജയുടെയും അഞ്ജനയുടെയും വിവാഹം. അങ്ങനെ ഒരേ അമ്പലത്തിൽ രണ്ട് കൂട്ടരുണ്ടെങ്കിൽ നമ്മുടെ സൂര്യ TV യിലെ കളി വീടിലെ
ആ ഒരു സീന് പോലെയാട്ടോ പിന്നെ ആ വിവാഹം അവിടെ നടക്കുന്നത്. അങ്ങനെ ആ വിവാഹം ആ ഒരു അഞ്ജനയുടെ ആ ഒരു വിവാഹ പാർട്ടിയുടെ സമയത്താണ് ഇവിടെ അജയും ഭൂമിയും കൂടെ വിവാഹിതരായി അവിടേക്ക് വരുമ്പോൾ എല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. നെട്ടലോടെ അവരെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു എപ്പിസോഡ് നാളത്തെ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.